ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ Capsicum ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച് വെച്ച ഒരു കോഴിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകിയിട്ട് മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടി ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സവാളയാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ച് നല്ലപോലെ അതിനെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്കതിനെ നല്ലപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വേറൊരു പാത്രം വെക്കാം. അത് നമുക്ക് ചൂടാകുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകും അതുപോലെ തന്നെ അല്പം ജീരകവും കൂടി നമുക്കതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ജീരകവും ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി കൂടി നമുക്കതിലേക്ക് ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും നമ്മുടെ എല്ലാം വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ഇനിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ നമുക്ക് അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ചിക്കൻ വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത് തേങ്ങ അരച്ച് വെച്ചിരുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഗരം മസാല കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നല്ലപോലെ ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി. നല്ലപോലെ ഒന്ന് തിളച്ച് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്കതിനെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാവുന്ന ചിക്കൻ കറിയാണ് നമ്മളിവിടെ നോക്കിയത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.